കമോൺ, നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഈ 4 സ്ക്വയേഴ്സ് ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ്. ഡ്രോയിങ് തുടങ്ങിയപ്പോഴേ ഫോണെല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാനാ, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഒരു കയ്യബദ്ധം, നട്ടിക്കരുത്. ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് 4 സൈഡ് ഇതുപോലെ 1 സെന്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് വരച്ചെടുക്കണം. റെക്ടാംഗിൾ ഷേപ്പ് ആണല്ലോ, അതിന്റെ ഒരു സൈഡ് ഇവിടെ 10 സെന്റിമീറ്ററും ലോങ് സൈഡ് 14 സെന്റിമീറ്റർ ആണ്. കൺഫ്യൂഷൻ വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ 4 സൈഡ് നമുക്കൊന്ന് വരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 4 ബോക്സസ് ഇല്ലേ, അതായത് 4 ലൈൻസ് വരച്ചിരിക്കുന്നത്, അത് ഓരോന്നും ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ് എല്ലാം 4 സൈഡും. ഇനി ഇത് 10 സെന്റിമീറ്റർ, ഇത് 14 സെന്റിമീറ്റർ. ഇപ്പോൾ ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് ആ എക്സ് എന്ന് മാർക്ക് ചെയ്തേക്കുന്ന 4 എഡ്ജസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അന്ന് ഞാൻ ലവ് ബേർഡ്സിന്റെ ഫ്രെയിം ഉണ്ടാക്കിയപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം 4 എഡ്ജസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലോക്കിംഗ് സിസ്റ്റം വേണം. അതിനായിട്ട് ഇവിടെ നമുക്ക് റെക്ടാംഗിളിന്റെ ലാർജ് സൈഡ് ആയിട്ടുള്ള 14 സെന്റിമീറ്റർ പറഞ്ഞില്ലേ, ആ ഒരു സൈഡ് എടുക്കുക. അതിൻ്റെ ഇതിൽ 1 സെന്റിമീറ്റർ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് രണ്ടാമത്തെ ഇതിലോട്ട് നമുക്ക് 1 സെന്റിമീറ്റർ മാറി ഇതുപോലെ നമുക്കൊന്ന് ഡ്രോ ചെയ്തെടുക്കണം. 2 സൈഡാണ് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കേണ്ടത്, അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 എണ്ണം എടുക്കണം. നെക്സ്റ്റ് എക്സ് മാർക്ക് ചെയ്യുന്ന ഈ പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. കട്ടിങ് ടൈം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലൊരു ലുക്കിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സൈഡുകളെല്ലാം നമുക്കൊന്ന് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കിട്ടണം. അതായത് നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈസി പാത്തിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. 4 സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് ഫൈനൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് വരയ്ക്കാനുള്ള പിക്ചർ ഇതുപോലെ ഒന്ന് പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ദെൻ ഇതുപോലൊരു ബ്ലാക്ക് എടുക്കുക. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം എടുത്തേക്കുന്ന അതാണ് കേട്ടോ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ വോൾ ഡെക്കോർ ഫ്രെയിംസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം അല്ലേ, അതെന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അത് ഒരു ലുക്കാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമ്മളൊരു സിമ്പിൾ ഒരു ലീഫിന്റെ പിക്ചറാണ്, ബ്ലാക്ക് കളറിങ് കൊടുത്ത് ലീഫ് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. ഇനി ശ്രദ്ധിച്ച് നോക്കണം, നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്യാത്ത പോർഷൻ കട്ട് ചെയ്ത പോർഷനകത്തേക്കാക്കി ലോക്കിംഗ് സിസ്റ്റം ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുന്നേ. ഇതുപോലെ ഒന്ന് എടുക്കുക, മടക്കുക, കട്ട് ചെയ്യാത്ത പോർഷൻ അകത്താക്കുക, കട്ട് ചെയ്തത് അതിൻ്റെ മുകളിൽ കൂടെ വയ്ക്കുക. ലോക്കായി. നമ്മുടെ ഫ്രെയിം ഇപ്പോൾ എങ്ങനെയുണ്ട്, സെറ്റ് ആയില്ലേ? നമുക്കിതിനെ വോൾ ഡെക്കോറേറ്റൊക്കെ യൂസ് ചെയ്യാം. മിനി ആയതുകൊണ്ട് ക്യൂട്ടും കൂടെയാണ്.